കോളേജ് ടൈമില് പ്രണയിച്ച് നടക്കുന്നവർ ലൈക്ക് അതൊരു ഹെൽത്തി റിലേഷൻ ആണോ ഓർ അതൊരു കൺസിസ്റ്റന്റ് ആണോ? ഇപ്പൊ ഇന്നത്തെ കാലത്ത് നോക്കി 18 വരെ പോലും പോവണ്ട. ഞാൻ ഹാൻഡിൽ ചെയ്ത കേസുണ്ട് 12-13 വയസ്സുള്ള കുട്ടികൾ റിലേഷൻഷിപ്പിലാണ്. ആൻഡ് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ആ പയ്യൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞത് മൈ ഗേൾ ഫ്രണ്ട് ചീറ്റഡ് ഓൺ മീ എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പൊ ഞാൻ ചോദിച്ചു ഹൗ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു മറ്റൊരു വ്യക്തിയുമായിട്ട് ഒരു ചാറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായി ആൻഡ് ഞാനത് കണ്ടു ആൻഡ് ഐ ഹാഡ് ടു സ്റ്റോപ്പ് ഇറ്റ് എന്ന് പറഞ്ഞു. ആൻഡ് അപ്പൊ നമ്മളിപ്പോ നോക്കുമ്പോൾ 18 ഏജ് എന്നൊക്കെ പറയുമ്പോൾ ഡെഫിനറ്റ്ലി പിള്ളേർ കോളേജിലാണ്. ആൻഡ് അത് പണ്ട് തൊട്ടേ ഉണ്ട്. ലൈക് കോളേജിലൊക്കെ പോകുമ്പോൾ റിലേഷൻഷിപ്സ് ഉണ്ടാവാറുണ്ട്. ഹെൽത്തി ആണോ അല്ലയോ എന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്ന റിലേഷൻഷിപ്പിലേക്ക് ഒന്ന് ആഴ്ന്നിറങ്ങി നോക്കുമ്പോഴാണ് വി ഡു നോട്ട് നോ വാട്ട് ഡിഫൈൻസ് ഇറ്റ്. പക്ഷെ എസ്പെഷ്യലി ആ ഒരു ഏജ് എന്ന് വെച്ചാൽ ബയോളജിക്കലാണ്. കാര്യം അഡൾട്ട് സ്റ്റേജിലേക്ക് വന്നു, ഓപ്പോസിറ്റ് സെക്സിലുള്ള ആളെ കാണുമ്പോൾ ഐ ഫീൽ അട്രാക്റ്റഡ്. അതിൽ കൂടുതലൊന്നും നോക്കില്ല. പോയിന്റ് നമ്പർ 1 കാണാൻ കൊള്ളാമോ, അതാണ്. സെക്കൻഡ് നോക്കുന്നത് എന്നെ പോലെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ ഉണ്ടോ എന്ന് നോക്കും. സപ്പോർട്ടീവ് ആണോ എന്ന് നോക്കും. എന്റെ കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റും, അത്രയും പോലും നോക്കില്ല. സോ ആ ഒരു ഏജ് ഇറ്റ്സ് എ ബയോളജിക്കൽ ഏജ്. ആൻഡ് പലപ്പോഴും ആ സമയത്ത് റിലേഷൻഷിപ്പ് ഇസ് ഓൾ ബേസ്ഡ് ഓൺ യുനോ നമ്മൾ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് നോക്കിയാണ് നമ്മൾ പ്രണയിക്കുന്നത്. ആ സമയത്ത് ചിലതൊക്കെ നിന്ന് പോകും, ചിലതൊക്കെ മുമ്പോട്ട് നീങ്ങും. ബട്ട് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു പ്രെഡിക്റ്റ് അതിന്റെ ആ ഒരു റിലേഷൻഷിപ്പിന്റെ ലൈഫ് എങ്ങനെയാകും എന്നുള്ളത്.